ഹായ്, വെൽക്കം ടു ICS ഇന്ത്യ ഒഫീഷ്യൽ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയായിരിക്കും. ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യനായിട്ട് നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്ത് നമ്മൾ ആ ജോബിൽ കയറി എന്ന് വിചാരിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരാൾ ആ ഒരു കമ്പനിയുടെ ബാക്ക് ബോൺ ആണ് എന്ന് നമുക്ക് പറയാം. കാരണം അവിടെ ഇരിക്കുന്ന സിസ്റ്റങ്ങളുടെ എല്ലാം കൺട്രോള് ഈ പറയുന്ന ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ്റെ കയ്യിലാണ്. കാരണം സിസ്റ്റങ്ങൾക്ക് വരുന്ന കംപ്ലൈൻറ്റുകൾ എത്രയും വേഗം പരിഹരിക്കുക എന്നുള്ളത് ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം സിസ്റ്റങ്ങൾക്ക് വരുന്ന കംപ്ലൈൻറ്റുകൾ നമ്മൾ പരിഹരിക്കാൻ മറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കമ്പനിയുടെ വർക്കിനെ അത് ബാധിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന സിസ്റ്റങ്ങളിൽ എക്സാമ്പിളായിട്ട് ബില്ലിങ്ങിൽ ഒരു കമ്പ്യൂട്ടർ കംപ്ലൈൻറ്റ് വന്നു. അത് എത്രയും വേഗം പരിഹരിക്കേണ്ടത് ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ്റെ ചുമതലയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ അവൻ 100% കറക്റ്റ് ആയിരിക്കണം. സിസ്റ്റങ്ങൾക്ക് വരുന്ന ഏത് വിധത്തിലുള്ള കംപ്ലൈൻറ്റുകൾ, ഇപ്പോൾ കമ്പ്യൂട്ടർക്ക് സാധാരണയായിട്ട് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കംപ്ലൈൻറ്റുകളാണ്. ഒന്നാമതായിട്ട് കമ്പ്യൂട്ടർ ഓൺ ആവാതെ വരുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആയിക്കൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഡിസ്പ്ലേ വരാത്തത്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റുമായിട്ട് വരുന്ന കുഴപ്പങ്ങൾ, ഇൻ്റർനെറ്റ് കിട്ടാതെ വരും, അത്തരം പ്രശ്നങ്ങൾ വരും. ലാഗ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ പ്രിൻ്റ് വരാനുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സാധാരണയായിട്ട് കമ്പ്യൂട്ടറുകൾക്ക് വരാനുള്ള പ്രശ്നങ്ങളാണ്. ഇത് മാത്രം പറഞ്ഞാൽ പോരാ, അഡ്വാൻസ് ആയിട്ടുള്ള കംപ്ലൈൻറ്റുകളും ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മുടെ വിൻഡോസ് മെഷീനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്ക് വരുന്ന ബ്ലൂ സ്ക്രീൻ എറർ വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ തന്നെ ചില സമയങ്ങളിൽ ഇൻ്റർനെറ്റ് ആക്സസ് കാണിക്കും, പക്ഷേ നമുക്ക് ചില ബ്രൗസേഴ്സും കാര്യങ്ങളും നമുക്ക്, അല്ലെങ്കിൽ ചില സൈറ്റുകളൊന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വരും. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ട്രബിൾ ഷൂട്ട് ചെയ്യുക, ഇതിന് എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ വേഗം അതിൻ്റെ കംപ്ലൈൻറ്റ് തിരിച്ചറിയാനും അത് വേഗം ശരിയാക്കാനും ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ എന്ത് ചെയ്യണം, വേഗം അറിഞ്ഞിരിക്കണം. ഇനി ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യന് കമ്പ്യൂട്ടർ സർവീസ് ചെയ്താൽ മാത്രം മതിയോ? അല്ല, നമ്മളൊരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവന് ഈ സിസ്റ്റങ്ങളുടെ ട്രബിളുകൾ മാത്രമല്ല വരിക, അവന് നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് അവന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇപ്പോൾ കേബിൾ കണക്ട് ചെയ്യേണ്ടത്, കേബിൾ ക്രിമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, IP അഡ്രസ്സ് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, മോഡം കോൺഫിഗറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ട്രബിൾ ഷൂട്ടിങ്ങിലുള്ള കാര്യം, അതുപോലെ തന്നെ നെറ്റ്വർക്കിലെ ബേസിക് ആയിട്ടുള്ള നോളജുകൾ, പിന്നെ അവന് ഒരു സിസ്റ്റം അസംബിൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരാറുള്ളതാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒരു PC ഡിസൈൻ ചെയ്യാൻ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുക. ഇപ്പോൾ ഒരു ഡിസൈനിങ് ഫീൽഡിലാണെങ്കിൽ ഡിസൈനിങ്ങിന് പറ്റിയ ഒരു PC നമ്മുടെ അടുത്ത് അസംബിൾ ചെയ്യാൻ പറയും. ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യനാണ് ആ ഒരു PC അസംബിൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടർ നമ്മൾ അസംബിൾ ചെയ്യുന്ന സമയത്ത് അതിൽ ഉപയോഗിക്കേണ്ട ഡിവൈസുകൾ, മദർ ബോർഡ് ഏത് ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ പ്രൊസസ്സർ ഏത് ചൂസ് ചെയ്യണം, റാം ഏത് ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡിൻ്റെ ആവശ്യമുണ്ടോ, ഏത് ടൈപ്പുള്ള കൂളിംഗ് സിസ്റ്റമാണ് ആ സിസ്റ്റത്തിന് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടും അതിൽ അഡ്വാൻസ്ഡ് വരെയുള്ള കാര്യങ്ങൾ ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്നാൽ മാത്രമേ അവൻ്റെ നല്ലൊരു PC അസംബിൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു സിസ്റ്റം ആയിരിക്കും ഓവറായിട്ട് ചിലപ്പോൾ ലോഡും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട സിസ്റ്റം. അപ്പോൾ അതിനനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് PC അസംബിൾ ചെയ്യാൻ പറ്റണം. അതും ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വരുന്നൊരു കാര്യമാണ് പ്രിൻ്ററുകൾ. ഇപ്പോൾ ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ കമ്പ്യൂട്ടറുകൾ മാത്രമല്ല സർവീസ് ചെയ്യേണ്ടി വരിക, പ്രിൻ്ററുകൾക്കും സർവീസ് ചെയ്യേണ്ടി വരും. ഒരു പ്രിൻ്റർ സർവീസ് ചെയ്യാനായിട്ട് ഒരു പ്രിൻ്റർ ടെക്നീഷ്യനൊന്നും ഒരു കമ്പനിയിലും ഉണ്ടാവില്ല. പ്രിൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രിൻ്റർ വരാത്തത്, അല്ലെങ്കിൽ പ്രിൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എററുകൾ. ഇപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റിലൊക്കെ നമ്മൾ പ്രിൻ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, വിൻഡോസിലൊക്കെ പ്രിൻ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള എററുകളും എപ്പോഴും വരാറുണ്ട്. ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമായിരിക്കും. ഇനി ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചില മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസിൽ 8-ലും അല്ലെങ്കിൽ അതുപോലെ 10-ലൊക്കെ വരുന്ന പലതരത്തിലുള്ള എററുകളും ഉണ്ട്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇത്തരം കാര്യങ്ങൾ ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ടെക്നീഷ്യൻ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.